നമസ്കാരം. ഞാൻ ശക്തിയായ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദ നക്ഷത്ര ജാതരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മകരക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ശനി 3-ലും വ്യാഴം 6-ലും രാഹു 2-ലും കേതു 2-ലും അടക്കമാണ് താൽക്കാലികമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചാരവശാലുള്ള ഗ്രഹസ്ഥിതിയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. ഇതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലിക സ്വാധീനം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദ നക്ഷത്ര യാത്രയ്ക്ക് 2026 ജനുവരി മാസത്തിൽ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയം കൈവരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഏറെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ഏത് കാര്യത്തിലും കാര്യവിജയം ഉണ്ടാകുമെങ്കിലും ചില തടസ്സങ്ങൾ, ചില മാറ്റിവയ്ക്കലുകൾ, എന്തെങ്കിലുമൊക്കെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് ചില കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചാൽ അത് നാളത്തേക്ക് നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ നിന്നുള്ള ഗുണവും അധികാരപ്രാപ്തി അടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളെ സംബന്ധിച്ചുള്ള ശത്രുദോഷങ്ങൾക്കിടെ ഉണ്ടെങ്കിൽ പോലും അവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോകുവാനുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുന്നതാണ്. വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ധനവിഷയങ്ങളിൽ വാക്കുകളിൽ കോപാധിക്യം കൊണ്ട് പറയുന്ന വാക്കുകൾ വളരെയേറെ പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. ശാരീരികമായിട്ടുള്ള ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം, പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ. അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടത്തിന് സാധ്യതയുണ്ട് എന്നതിനേക്കാൾ ഉപരി കാര്യവിജയങ്ങൾക്കും വിവാഹാദി മംഗളകർമ്മങ്ങളുടെ നടത്തിപ്പിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വിദേശയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി മാറ്റുന്നതിനും ഈ കാലഘട്ടത്തിൽ വളരെയേറെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാവുന്നത്. ചില കലഹങ്ങളോ രോഗദുരിതങ്ങളോ ഒക്കെ ഉണ്ടാവാനിടയുണ്ട്, ശത്രുശല്യം ഉണ്ടാകാനിടയുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ക്ഷമയോടും വിവേകത്തോടും കൂടെയുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ. കാരണം എടുത്തിയാടി സാഹസികത കാണിച്ച് അനാവശ്യ തിരുക്കം കാട്ടി അനുകൂലമായിട്ട് വരുന്ന അവസ്ഥയെ കൂടെ പ്രതികൂലമാക്കാതിരിക്കുക. ഉത്രാടം 2, 3, 4 നക്ഷത്ര അതിനെ സംബന്ധിച്ച് 2026 ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഏത് കാര്യം ഉദ്ദേശിച്ചാലും അതിനൊക്കെ ഒരു തടസ്സം ഉണ്ടായാൽ പോലും ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് വിജയപഥത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടുന്ന പ്രേരകശക്തിയും പ്രേരണാശക്തിയുമായിട്ട് ഏതെങ്കിലുമൊക്കെ ആഗ്രഹ സാഫല്യങ്ങൾ വന്ന് ഭവിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും തുടക്കം ഒരു തടസ്സമാണെങ്കിലും അതിൽ വിജയമുണ്ടാകും. തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നേക്കും. തൊഴിൽ സംബന്ധമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കൂടിച്ചേരലുകളോ വേർപിരിച്ചലുകളോ ഉണ്ടാകാനിടയുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന അത്ര ലാഭം കിട്ടിയില്ലെങ്കിൽ പോലും നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരത്തില്ല. അതുപോലെ തന്നെ മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട് ഗുണമായിട്ട് വരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ സാധ്യത ലഭിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ തൊഴിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അധികാര മേഖലയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. സാമ്പത്തികപരമായിട്ടുള്ള കബളിപ്പിക്കലുകൾ, വിശ്വാസവഞ്ചനകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയ്ക്കും ശ്രദ്ധയ്ക്കും ഒക്കെ തന്നെ വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതാണ്. ഏതെങ്കിലുമൊക്കെ നല്ല ദൈവിക കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തറവാട്ടിലുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു എതിർസ്വരം പുറപ്പെടുപ്പിക്കുവാനൊക്കെ ഒരു പ്രവണത ഉണ്ടാകും. അത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് വീഴാതിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ വാഗ്വാദം മൂലം പ്രശ്നങ്ങൾ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം തുടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
തിരുവോണ നക്ഷത്ര അതിനെ സംബന്ധിച്ച് 2026 ജനുവരി മാസം എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട്. ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയേറെ സൂക്ഷിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ചില വെല്ലുവിളികൾ വരാനിടയുണ്ട്. അത് തടസ്സമായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് ശത്രുക്കളുടെ ബുദ്ധിമുട്ടുണ്ടാകേണ്ടതുണ്ട്. കടബാധ്യതകൾ, ആ കടബാധ്യതകളൊക്കെ തീർക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്നതാണെങ്കിലും ഒരു കടബാധ്യത തീർക്കാൻ വേണ്ടി മറ്റൊരു കടബാധ്യതയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാകും. ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. സൽക്കർമ്മങ്ങൾക്ക് നാശം വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ തടസ്സമുണ്ടായാൽ പോലും ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമം ഏകദേശം വിജയിക്കാനിടയുണ്ടെങ്കിലും അതിനിടയിൽ അലസത വരാതിരിക്കാനും ശ്രദ്ധിക്കുക. അനാവശ്യ കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള വിവാദങ്ങളും ഉണ്ടാവാതിരിക്കുവാനും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. തിരുവോണ നക്ഷത്രജാതകരുടെ 2026 ഫെബ്രുവരി മാസത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ ഏത് രംഗത്തിറങ്ങിയാലും എല്ലാ മേഖലയിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് പൊതുവെ മറ്റുള്ളവർ സ്വീകരിക്കുന്നതായിട്ട് തോന്നിയേക്കാം. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തീർത്തിക്കൊണ്ട് അതുമായിട്ട് തുടർന്ന് പോകുവാനോ അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ നിന്നും വിട്ട് മറ്റൊരു തൊഴിൽ മേഖലയിൽ പുതുതായിട്ട് പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾക്കാണ് സാധ്യത. അതുപോലെ തന്നെ മനസ്സിൽ വളരെയേറെ ആഗ്രഹിച്ചിരുന്ന സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട് ചില സുഖഭോഗാനുഭവങ്ങൾക്കിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വഴിമാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ശത്രുശല്യം, സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ച് ചില കടബാധ്യതയിലൊക്കെ മനസ്സിൻ്റെ സമാധാനം കെടുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ അതിലൊക്കെ മറുപടി പറയേണ്ടത് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. അലച്ചിൽ വർദ്ധിക്കുവാനും കാര്യവിഘ്നങ്ങളിലേക്ക് കടന്നു പോകുവാനും, അതായത് സാമ്പത്തിക വിഷയം പരിഹരിക്കാനായിട്ടുള്ള അലച്ചിൽ ഉണ്ടായാൽ കാര്യമായിട്ട് വിജയിക്കുന്നതിന് ഒരു തോന്നൽ ഉണ്ടായേക്കാം. പക്ഷേ ആ തോന്നലുകളൊക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും കാര്യവിജയം ഉണ്ടാവുക എന്നതും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അടുത്തത് അവിട്ടം 1-2 നക്ഷത്രജാതകരുടെ 2026 ജനുവരി മാസത്തിലെ ഗുണദോഷഫല സാധ്യത പറഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള ഏത് പ്രശ്നത്തിലും ക്ഷമയോടുകൂടി സമീപനം സ്വീകരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വാഗ്വാദം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും പാലിക്കണം. തൊഴിൽ മാറുന്നതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്ന അത്ര ഗുണകരമല്ല. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ശത്രുക്കളുടെ കുപ്രചരണങ്ങളോ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. സാമ്പത്തിക കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടി അലച്ചിൽ വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയേക്കാം. ഏത് നല്ല കാര്യം, ഏത് നല്ല ദേവകാര്യം ചെയ്താലും അതിലൊരു പൂർണ്ണതയില്ലാതെ വരുന്ന തരത്തിലേക്ക് മനസ്സ് ചുരുങ്ങിപ്പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ നിരാശ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തോന്നാനിടയുണ്ട്. എന്നാൽ പോലും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ചു കൊണ്ടുപോകാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ നടക്കും. കാര്യവിജയം തന്നെ ഏത് മേഖലയിലും പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം ഉണ്ടാകുന്നതാണ്. തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ മേഖല കണ്ടെത്തുവാനും തൊഴിൽ മേഖല എത്തിച്ചേരുവാനും സാധിക്കും. അതുപോലെ തന്നെ അധികാരപ്രാപ്തി, ഏതെങ്കിലും തരത്തിലുള്ള അധികാരപ്രാപ്തി അല്ലെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ചെറിയ തടസ്സം, ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതൊക്കെ ചെറിയ തടസ്സം എന്നിങ്ങനെയൊക്കെയുള്ളൊരു ഫലങ്ങളും വന്നു പോകാനാണ് സാധ്യത. ചുരുക്കത്തിൽ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 നക്ഷത്രജാതകരുടെ 2026 ജനുവരി ഫെബ്രുവരി മാസ ഫലമായിട്ട് നമ്മൾ ചുരുക്കി വിവരിച്ചാൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമെങ്കിലും കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ചില ആശങ്ക ഉണ്ടാകും. കാരണം കയ്യിൽ വരുന്ന ധനം 10 രൂപ മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല. ഒരിടത്തു നിന്ന് വാങ്ങിച്ച് മറ്റൊരിടത്ത് കടം വീടുന്നു. അതില്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്നും കിട്ടുന്ന മറ്റൊരു മേഖലയിലേക്ക് ചിലവാകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാനാണ് സാധ്യത. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളോ വന്നേക്കാം. തൊഴിൽ സ്ഥാപനം മാറുക, തൊഴിൽ സ്ഥാനം മാറുക, തസ്തിക മാറുക പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ ലൗകികമായ സുഖഭോഗങ്ങൾ താല്പര്യം വർദ്ധിക്കുകയും അത്തരം കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തേക്കാം. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച്, സ്വത്ത് സംബന്ധ വിഷയങ്ങളെ സംബന്ധിച്ച് ശത്രുശല്യം, ബന്ധുക്കൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകുന്ന അവസ്ഥ വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് അലച്ചിൽ വർദ്ധിക്കാനിടയുണ്ട്. ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ കരുതിയിരിക്കണം. കാര്യവിഘ്നം
അതോടൊപ്പം തന്നെ സൽക്കർമ്മ നാശം തുടങ്ങിയിട്ടുള്ള ഫലങ്ങളും വരാം. കുടുംബകലഹത്തിനുള്ള സാധ്യതയും, കുടുംബത്തിൽ തന്നെ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അതൊരു വലിയ വിവാദ കാര്യങ്ങളാക്കി വാഗ്വാദം മൂലമുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സംഭവിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുക, തസ്കരന്മാരിൽ നിന്നും തസ്കര സ്വഭാവമുള്ളവരുടെ ശല്യം, അവർ മൂലം ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ ഒരു പ്രതികൂല ഫലങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധയോടും ജാഗ്രതയോടും ആത്മാർത്ഥതയോടും ഈശ്വരാധീനം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രശ്നം വരത്തില്ല. അതല്ലാതെ നമ്മൾ ഒന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ കലഹം, രോഗം, അപകടം, ശത്രുശല്യം, ദുഷ്ടജനങ്ങൾ, അപഖ്യാതി ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളിൽ വന്ന് ചേരും. കലഹം ഉണ്ടാകും, ശാരീരികമായിട്ടുള്ള ദുരിതങ്ങളിലേക്ക് നയിക്കാം, അശ്രദ്ധ കൊണ്ട് അപകടങ്ങളിലേക്ക് തന്നെ ചാടാം, ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. എങ്ങനെയെങ്കിലും നമ്മളെ അപായപ്പെടുത്താനല്ല, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളുടെ ദുഷ്ടജനങ്ങൾ മൂലം ആരോപണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് പൊതുവെ പറയാനുള്ളത്. ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 6-നും 8-നും ഇടയ്ക്കുള്ള സമയത്തിനിടയിൽ 6 to 8 ആ സമയത്തുണ്ട് മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരിയാലിനെ 3 തവണ പ്രദക്ഷിണം ചെയ്യുക. മഹാവിഷ്ണുവിനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിലുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. സർപ്പക്ഷേത്രത്തിലോ രാഹുർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുക. വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, കടുംപായസം, നെയ്വിളക്ക് പോലെയുള്ള വഴിപാടുകൾ ഏതെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം തിലകം ധരിക്കുക, പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥനയിലൂടെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ മനോബലം ആർജിക്കുക. കാര്യങ്ങളെല്ലാം വിജയകരമായി നേടിയെടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളത്. നന്ദി, നമസ്കാരം.